അവിടെ നമ്മളെ പുതുപ്പാടി പഞ്ചായത്തിൽ 16-ാം വാർഡിലെ ഒരു 40ഓളം കുടുംബങ്ങൾ ചതുപ്പ് സ്ഥലമാണ്. ചതുപ്പ് സ്ഥലം വെച്ചാൽ അവിടെ മഴ പെയ്ത വെള്ളം കയറും. അപ്പോൾ അത് രണ്ട് സൈഡിൽ തോട് കെട്ടി വീതി കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീതി കൂട്ടി ജനങ്ങൾക്കൊരു സഹായം ചെയ്തു കൊടുക്കാനുള്ള ഇതില്ല വന്നതേ ഉള്ളൂ. അതാണ് നിവേദനം കൊടുത്ത് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ പരാതി കൊടുത്തതോടെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓഫീസുകൾ ഓരോന്ന് കയറിയിറങ്ങി ഉദ്യോഗസ്ഥരുടെ സ്ഥല സന്ദർശനമൊക്കെ പലതവണ നടന്നു. പക്ഷേ എച്ചിക്കൽപ്പാട് തോടിന്റെ വീതി കൂട്ടുന്നതിനുള്ള നടപടികളുണ്ടായില്ല. അങ്ങനെയാണ് പുതുപ്പാടി അമ്പലപ്പാടിയിലെ 40 കുടുംബങ്ങൾ തിരുവമ്പാടി മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ നിവേദനം നൽകിയത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ പരിഹാരം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതവർ ഗവനിച്ചില്ലാന്നാണ് ഇത് തോന്നുന്നത്. അതേ അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്? അതേ അവസ്ഥയിൽ എപ്പോഴും കടന്നു പോകുന്നത്. ഇപ്പോൾ മഴ പെയ്താൽ പിന്നെയും വെള്ളം കയറും. വെള്ളം കയറുന്ന ഞങ്ങൾ പോലെ തോടി വീതി കൂട്ടി തരാൻ പറഞ്ഞാൽ വെള്ളം കയറിയിട്ട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് വില്ലേജിൽ നിന്ന് വന്ന് ആൾക്കാർ വരായിട്ടല്ലേ എല്ലാ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ വന്നു നോക്കി പോകും. പക്ഷെ ഒന്നും പരിഹാരമായില്ല. വീണ്ടും ഒരു മഴക്കാലമാണ്. മുൻ അനുഭവങ്ങൾ ഉള്ളതിനാൽ തയ്യാറാണ് കുടുംബങ്ങൾ. തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറും, റോഡുമെന്നായാലും ഒഴുകി പോകുന്ന വെള്ളം ഇങ്ങോട്ട് കയറിപ്പോരും. വീണ്ടും എല്ലായിടത്തും ഇവിടെ ഉണ്ടായാലും ഒക്കെ ഇവിടെയൊക്കെ ചാടുക വെള്ളം. വെള്ളത്തിലാണ് ഞങ്ങൾ എപ്പോൾ ഉണ്ടാവുക. മഴ പെയ്താൽ എങ്ങനെ വെള്ളത്തിനുണ്ടായാലും അടുത്ത വീട്ടിൽ പോയി നിൽക്കുക ചെയ്യുക. അപ്പോൾ ഈ 4 അടി വീതിയിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം 2 അടി വീതിയിൽ ഒഴുക്ക് അങ്ങോട്ട് തടസ്സപ്പെടും. ആ വെള്ളമാണ് ഞങ്ങളൊക്കെ വീടുകളിലൂടെ കയറുന്നത്. 1-2 പ്രാവശ്യം എന്നുണ്ടെങ്കിൽ 2-3 അടി വെള്ളം ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തുള്ള സാധനങ്ങളൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. മണ്ഡലത്തിൽ നേരിട്ടെത്തിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ടിട്ടും കാര്യമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് അമ്പലപ്പാടിയിലെ കുടുംബങ്ങൾക്ക്. വൈകിയെങ്കിലും നിവേദനത്തിൽ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ പൂർണ്ണമായി കൈവിടുന്നുമില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.